ഹായ് പ്രിയമുള്ളവരെ, ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ വ്ളോഗർമാരെയും മുഴുവൻ യൂട്യൂബർമാരെയും നാണം കെടുത്തുന്ന രൂപത്തിലുള്ള ഒരു വാർത്തയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ ദിവസം നിറഞ്ഞു നിൽക്കുന്നത്. നമുക്കറിയാം, ഒരു സ്ത്രീ, സമൂഹത്തിൽ നന്മ പറഞ്ഞു കൊടുക്കേണ്ടുന്നൊരു സ്ത്രീ, അവർ ഇന്നലെ ബസ്സിൽ വെച്ച് തിരക്കുള്ള ഈ ബസ് യാത്രക്കിടയിൽ ഒരു വീഡിയോ പകർത്തുകയും ഒരു നല്ല ചെറുപ്പക്കാരൻ, ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വളരെ മോശമായിട്ട് നാണം കെടുത്തുന്ന രൂപത്തിൽ, അദ്ദേഹത്തിൻ്റെ മാനത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ തൻ്റെ റീച്ചിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അദ്ദേഹം മോശപ്പെട്ട ഒരാളാണെന്ന് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തെറ്റായ ഒരു മെസ്സേജ് കൊടുക്കുകയും ചെയ്ത് കയ്യടി വാങ്ങുന്നതിന് വേണ്ടി, തൻ്റെ റീച്ച് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ആ നാണം കണ്ട, ആ ന്യൂസ് കണ്ട ആ ചെറുപ്പക്കാരൻ അപമാനം സഹിക്കവയ്യാതെ ഇന്ന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് സ്വയം ജീവിതം അവസാനിപ്പിച്ചു, ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. വളരെ ദുഃഖകരമായൊരു സംഭവമാണത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മൊത്തം ആളുകൾക്കും നാണം കെട്ട ഒരു പരിപാടിയാണത്. പ്രത്യേകിച്ചൊരു സ്ത്രീയുടെ പക്ഷത്തു നിന്ന് ഇത് ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. എല്ലാ ആളുകളോടും, സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, ഇത്തരം പ്രവണത അവസാനിപ്പിക്കണം. ഇനി ഇങ്ങനെയൊക്കെ ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് റോളൊന്നും അതില്ല എന്നുള്ളത്. അങ്ങനെ ആ റോൾ ഉണ്ടാക്കി കൊടുക്കുന്നതും ഈ വീഡിയോ ചെയ്യുന്ന മേഡമാണെന്നുള്ളത് സത്യം നമുക്ക് ആ വീഡിയോ കാണുന്നവർക്ക് ബോധ്യമാവുന്നതാണ്. ഇനി അതല്ല, ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായാൽ പോലും നമ്മൾ വീഡിയോ എടുത്ത് പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് പകരം ഇത് കാണിച്ചു കൊടുക്കേണ്ടത് ഇവിടുത്തെ നിയമപാലകരെയാണ്, ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്, ആഭ്യന്തര വകുപ്പിനെയാണ്. എന്നിട്ട് അവരെ കൊണ്ട് കേസെടുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള ഈ സാഹചര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കി. നമുക്കിവിടെ ഒരാളെയും ശിക്ഷിക്കാനുള്ള അധികാരമില്ല. ഈ മേഡത്തിനോട് ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹത്തിന്, ദീപകിന് നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ദീപകിനെ ഈ സമൂഹത്തിൽ ഇനി തിരിച്ച് നമുക്ക് നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ? അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടെന്നോ ആരൊക്കെയാണെന്നോ പോലും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ മക്കളുണ്ടായിരിക്കാം, അച്ഛനുണ്ടായിരിക്കാം, അമ്മയുണ്ടായിരിക്കാം. അദ്ദേഹം ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം പറ്റി ജീവിക്കുന്ന, അദ്ദേഹത്തെ ആശ്രയിക്കുന്ന കുടുംബം ഉണ്ടായിരിക്കാം. അവരുടെ ദുഃഖത്തിൽ അവർക്ക് പകരം കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? ഏതായാലും ഒരു സന്തോഷമുണ്ട്. വൈകിട്ടാണെങ്കിൽ ന്യൂസ് വായിച്ചു, കേരള പോലീസ് ഇവർക്കെതിരെ ശക്തമായ രൂപത്തിൽ കേസെടുത്തിട്ടുള്ള സന്തോഷ വാർത്ത അറിഞ്ഞിട്ടുണ്ട്. പോലീസിന് ബിഗ് സല്യൂട്ട്. ഇനിയും ഇത്ര പ്രവണത ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഇതൊരു ബോധവൽക്കരണമായി കരുതിക്കൊണ്ടും, കൂടാതെ ഇത്തരം മാതൃകാപരമായ ശിക്ഷ ഏത് കൊമ്പത്തുള്ള ആളാണെങ്കിലും ശരി, ഏത് വിഭാഗത്തിന് പിന്തുണയുള്ള ആളാണെങ്കിലും ശരി, മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറാവണം, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാവണമെന്ന് കൂടി പറയുകയാണ്. ഏതായാലും ഒരു വനിതാ വക്കീൽ തന്നെ ഈ കേസ് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ടെന്നുള്ള സന്തോഷം കൂടി സോഷ്യൽ മീഡിയ നമുക്കറിഞ്ഞു. ഏതായാലും അവർക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. ഇത്തരം പ്രവണതകൾ ഇനിയും വെച്ച് പൊറുപ്പിക്കരുത് എന്ന് ഈ സോഷ്യൽ മീഡിയ എന്നെ ഫോളോവേഴ്സിനോടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മുഴുവൻ വിഭാഗത്തോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. താങ്ക് യു.